നമസ്കാരം. പ്രധാന വാർത്തകൾ. കളമശ്ശേരി കഞ്ചാവ് കേസിൽ മുഖ്യപ്രതി പിടിയിൽ. അറസ്റ്റിലായത് 3ാം വർഷ വിദ്യാർത്ഥി അനുരാജ്. ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു. ലഹരി വ്യാപനം ചർച്ച ചെയ്യാൻ 24-ന് മുഖ്യമന്ത്രി വിളിച്ച യോഗം. കർണാടകയിൽ 75 കോടി രൂപയുടെ MDMA പിടിച്ചു. ബലൂചിസ്ഥാനിൽ സ്ഫോടന പരമ്പര. 12 മണിക്കൂറിനിടെ 16 സ്ഫോടനങ്ങൾ. സൈനിക വ്യൂഹത്തിന് നേരെയും ആക്രമണം. 90 സൈനികരെ കൊന്നെന്ന് തീവ്രവാദികൾ. നിഷേധിച്ച സൈന്യം. ക്വറ്റ തീവണ്ടി റാഞ്ചലിനിടെ 214 സൈനികർ മരിച്ചെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരയുന്ന തീവ്രവാദി അബു ഖത്തൽ കൊല്ലപ്പെട്ടു. പണത്തോട് ഇത്ര ആർത്തിയോ? കൈക്കൂലിയിൽ പിടിയിലായ IOC ഉദ്യോഗസ്ഥന് ലക്ഷങ്ങളുടെ നിക്ഷേപം. വീട്ടിൽ നിന്ന് ഡിജിറ്റൽ രേഖകളും വിദേശ മദ്യവും പിടിച്ചെടുത്ത് അന്വേഷണ സംഘം. അതിന് 10 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അത് സാറിന് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല. സാർ എന്താന്ന് വെച്ചാൽ സാറിന്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു. റീസെന്റ് ആയിട്ട് ഒരു 2 ഏജൻസിയിലേക്ക് 1200 1000 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, നോക്കണം. അങ്ങനെ മാറ്റി. കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവഗാനത്തിൽ വിശദീകരണവുമായി ഭാരവാഹികളും സംഘാടകരും. പാർട്ടിക്കൊടിയും ചിഹ്നവും പ്രദർശിപ്പിച്ചത് തെറ്റ്. വിപ്ലവഗാനം പാടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യാപാരി സമിതി. കനത്ത ചൂടിൽ സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. ഇനിയും ചൂട് കൂടും. ഉഷ്ണതരംഗത്തിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി വിദഗ്ധർ. ന്യൂസ് 18 ലൈവത്തോണിൽ. Onishi, the first Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the Fly's newest class of astronauts to enter, and last commander of Crew 10, Anne McLean. 9 മാസത്തെ അനിശ്ചിതത്വം അവസാനിക്കുന്നു. സ്പേസ് എക്സ് ക്രൂ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. സ്വീകരിച്ച സുനിത വില്യംസും സംഘവും. ബുധനാഴ്ച സുനിതയും സംഘവും ഭൂമിയിലേക്ക്. ലഹരിയുടെ വലമുറിക്കാൻ നാടൊന്നിച്ച്. കളമശ്ശേരി കഞ്ചാവ് കേസിൽ പ്രധാന പ്രതി പിടിയിൽ. പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത്. കഞ്ചാവിന് വേണ്ടി പണപ്പിരിവ് നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ചുള്ള മറ്റ് ഹോസ്റ്റലുകളിലും പോലീസ് പരിശോധന തുടരുകയാണ്. കൊല്ലം സ്വദേശിയായ അനുരാജിന് ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി. ഇയാളാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയതെന്നാണ് സൂചന. പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിലെത്തിക്കുകയുമായിരുന്നു. 10,000 രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 4 കിലോ കഞ്ചാവാണ് ക്യാമ്പസിലേക്ക് എത്തിച്ചത്. ഇതിൽ 2 കിലോയാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത്. 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. കഞ്ചാവ് കൈമാറിയത് ഇതര സംസ്ഥാനക്കാരനായ സുഹേൽ ബായ് എന്നൊരാളാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധനയും തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. ഭാരത് മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി പിടിയിലായതിന് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ കാവുംകടവ് പാലത്തിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു.
സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം ചേരുക. ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടിയും യോഗത്തിൽ ചർച്ചയാകും. ക്യാമ്പസുകളിൽ നിന്നടക്കം ലഹരി പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും യോഗത്തിലുണ്ടാകും. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി അങ്ങോട്ടുള്ള പദ്ധതികളും ചർച്ചയാകും. എക്സൈസിനും പോലീസിനും അടക്കം കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് തടയിടാനാണ് നീക്കം. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. മംഗളൂരുവിൽ 75 കോടി രൂപ വില വരുന്ന 37 കിലോഗ്രാം MDMA-യുമായി 2 ദക്ഷിണാഫ്രിക്കൻ യുവതികൾ പിടിയിലായി. കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. രാജ്യത്തുടനീളം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ബാംബ ഫെൻഡ, ആബിഗേൽ അഡോണിയസ് എന്നിവരെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളായ ഇരുവരെയും ബംഗളൂരുവിൽ നിന്ന് മംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 37.87 കിലോഗ്രാം MDMA-യും പിടികൂടി. വിപണിയിൽ 75 കോടി രൂപ വില വരും. യുവതികൾ ഡൽഹിയിൽ നിന്ന് വിമാനം വഴിയാണ് ബംഗളൂരുവിലേക്ക് MDMA എത്തിച്ചത്. 2 ട്രോളി ബാഗുകളിലാക്കി വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു. ഇവരിൽ നിന്ന് 4 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. പിടിയിലായ ഇരുവരും മയക്കുമരുന്ന് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളാണെന്ന് പോലീസ് പറഞ്ഞു. Original name is Olipo Ivans. ಈ ಇಬ್ಬರು ಲೇಡೀಸ್ ಸಾಕಷ್ಟು ಸತಿ ಬೆಂಗಳೂರು ಮುಂಬೈಗೆ ಪ್ರಯಾಣ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮದು ಪ್ರಿಲಿಮಿನರಿ ಇನ್ವೆಸ್ಟಿಗೇಷನ್ ಪ್ರಕಾರ ಕಳೆದ 1 ವರ್ಷದಲ್ಲಿ ಸುಮಾರು 37 ಟೈಮ್ಸ್ ಅವರು ಬೆಂಗಳೂರು ಬಂದಿದ್ದಾರೆ ಮತ್ತು 22 ಟೈಮ್ಸ್ ಡೆಲ್ಲಿ ಹೋಗಿದ್ದಾರೆ. ಸೊ ಒಟ್ಟಾರೆ 1 ವರ್ಷದಲ್ಲಿ 59 ಟೈಮ್ಸ್ ಅವರು ಈ ಡ್ರಗ್ಸ್ ಟ್ರಿಪ್ಸ್ ಮಾಡಿದ್ದಾರೆ. ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ബംഗളൂരുവിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ സംഘം മയക്കുമരുന്ന് കടത്തുന്നുണ്ട്. പിടിയിലായവരിൽ ഒരാൾ 2020-ലും മറ്റൊരാൾ 2016-ലും ഇന്ത്യയിൽ ബിസിനസ് വിസയിൽ എത്തിയവരാണ്. ഒരു വർഷത്തിനിടെ മാത്രം 37 തവണ ഇവർ ബംഗളൂരുവിലേക്ക് വിമാനയാത്ര നടത്തിയിട്ടുണ്ട്. 22 തവണ മുംബൈയിലേക്കും ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 മംഗളൂരു. പാകിസ്ഥാനിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം. ക്വറ്റയിൽ നിന്ന് ടഫ്താനിലേക്ക് പോവുകയായിരുന്ന വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ 7 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും 21 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബലൂച്ച് ലിബറേഷൻ ആർമി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതേസമയം ആക്രമണത്തിൽ 90 സൈനികർ കൊല്ലപ്പെട്ടതായി BLA അവകാശപ്പെട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ ബലൂച്ച് പ്രവിശ്യയിൽ നിന്ന് ജാഫർ എക്സ്പ്രസ് ട്രെയിൻ BLA തട്ടിയെടുത്തിരുന്നു. ട്രെയിനിലുണ്ടായിരുന്ന 214 സൈനികരെ കൊലപ്പെടുത്തിയതായും ബലൂച്ച് ലിബറേഷൻ ആർമി അവകാശപ്പെട്ടു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹഫീസ് സെയ്ദിന്റെ അടുത്ത അനുയായി ലഷ്കർ-ഇ-തൈബ ഭീകരൻ അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രി പാകിസ്ഥാനിലെ ഝലം മേഖലയിൽ അജ്ഞാത സംഘത്തിന്റെ വെടിവയ്പിലാണ് കൊല്ലപ്പെട്ടത്. 2023-ലെ രജൌരി ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു ഖത്തൽ. ജമ്മുകശ്മീരിലെ റാസി ജില്ലയിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയവർ സഞ്ചരിച്ച ബസിന് നേരെ നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ഇയാളായിരുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്ത IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ കൊച്ചിയിലെ വസതിയിൽ നിന്ന് 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന്റെ തെളിവുകളും വിദേശ മദ്യവും ഡിജിറ്റൽ രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഗതികേടുകൊണ്ടാണ് അലക്സ് മാത്യുവിനെ കുറിച്ച് വിജിലൻസിൽ അറിയിച്ചതെന്ന് ഗ്യാസ് ഏജൻസി ഉടമ S. മനോജ് ന്യൂസ് 18-നോട് പറഞ്ഞു. ഇദ്ദേഹം ഒരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടറെ അടുത്ത് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഡ് സെയിൽസ് ഓഫീസർമാർ പ്ലാനിങ് കൊടുത്താലും ഇദ്ദേഹം അത് അട്ടിമറിക്കുകയും പുള്ളിക്ക് താല്പര്യമുള്ളവർക്ക് ലോഡ് അയക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. അപ്പോൾ പുള്ളി ലോഡിന് വിളിക്കുമ്പോൾ പറയും നിങ്ങളിങ്ങനെ ഫോണിൽ വിളിച്ചാൽ പോരെ, ഇടയ്ക്കൊക്കെ ഒന്ന് കാണണം. പുള്ളി തന്നെ അതിനുള്ള വഴി ഒരുക്കി അങ്ങനെ പുള്ളിയിലോട്ട് ഞങ്ങളെ അടുപ്പിക്കുകയും പുള്ളിയുടെ ആവശ്യങ്ങൾ നടക്കുന്നതിനനുസരിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ് പുള്ളി ചെയ്യുന്നത്. അന്നൊക്കെ ഇങ്ങനെ 10,000 5,000 ഒക്കെ ലോഡ് കിട്ടുന്നതിന് വേണ്ടി വാങ്ങും. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഫോണിൽ വിളിച്ച് ധിക്കാരത്തോടെ നടത്തിയ പ്രതികരണമാണ് പരാതി നൽകാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് മനോജ്. പുള്ളി എൻ്റെ ഏജൻസിയിൽ നിന്ന് കസ്റ്റമറെ ട്രാൻസ്ഫർ ചെയ്യാൻ 10,000 കസ്റ്റമറെ മാറ്റും 2 ഏജൻസിക്കായിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് എന്നെ പുള്ളിയുടെ വീട്ടിൽ വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ വിചാരിച്ചാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് 10 ലക്ഷം രൂപ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. അപ്പോൾ അത് സാറിന് തരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ പൈസയില്ല, സാർ എന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ സൗകര്യം പോലെ ചെയ്യാൻ പറഞ്ഞു. റീസെൻ്റായിട്ടൊരു 2 ഏജൻസിയിലേക്ക് 1200-1000 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, നോക്കണം, അങ്ങനെ മാറ്റി.
എസ് മനോജിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിനെ ഇന്നലെയാണ് വിജിലൻസ് കുടുക്കിയത്. ഇതിന് പിന്നാലെയാണ് കൊച്ചിയിലെ ഇയാളുടെ വീട്ടിലും ഓഫീസിലും പരിശോധന നടന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ നിരവധി രേഖകൾ ഇവിടെ നിന്ന് വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. 29 ലക്ഷം രൂപയുടെ നിക്ഷേപത്തിന് പുറമെ 6 കുപ്പി വിദേശ മദ്യം, ഹാർഡ് ഡിസ്ക്, പണമിടപാടിന്റെ മറ്റ് ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. അലക്സ് മാത്യു IOC അസിസ്റ്റന്റ് മാനേജർ ആയതു മുതൽ കൈക്കൂലി വാങ്ങിയിരുന്നതായാണ് സൂചന. അതേസമയം അലക്സ് മാത്യുവിന് മുൻപും കൈക്കൂലി നൽകിയിട്ടുണ്ടെന്നും ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റിയിരുന്നതെന്നും എസ് മനോജ് ന്യൂസ് 18നോട് പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെയാണ് കവടിയാറിലെ പണ്ഡിറ്റ് നഗറിലുള്ള വീട്ടിലെ നടപടികൾ പൂർത്തിയാക്കി അലക്സ് മാത്യുവുമായി വിജിലൻസ് സംഘം മടങ്ങിയത്. കൊച്ചിയിലെ IOCയുടെ ഓഫീസിലും രാത്രിയിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം SH മൗണ്ടിൽ പോലീസുകാരന് കുത്തേറ്റു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ CPO സനു ഗോപാലിനാണ് കുത്തേറ്റത്. വിവരങ്ങളുമായി G ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ഈ പോലീസുകാരന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ ആരോഗ്യസ്ഥിതി തൃപ്തികരം തന്നെയാണ്. ഗുരുതരമല്ല പരിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഈ അരുൺ ഗോപി എന്ന പ്രതിയെയാണ് പിടികൂടിയത്. സനു ഗോപാൽ എന്ന CPOയ്ക്കാണ് കുത്തേറ്റത്. ഇദ്ദേഹം ചികിത്സയിലാണ് ഉള്ളത്. ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ ഒരു SH മൗണ്ട്, അതായത് കോട്ടയം SH മൗണ്ടിലാണ്. ഈ വഴിയിൽ കൂടി ഈ പ്രതി നടന്നു വരികയായിരുന്നു. ഈ പ്രതിയെ ഓട്ടോറിക്ഷയിലെത്തിയ 3 അംഗ പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘം പിടികൂടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സ്ഥലത്ത് വെച്ചാണ് കുത്തേറ്റത്. ഇവിടെ ചോരയും മറ്റും കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ പോലീസുകാരൻ്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. ഈ സംഭവ സ്ഥലത്ത് ഇവിടെ വെച്ച് തന്നെയാണ് ഈ പ്രതിയെ പിടികൂടുകയും ചെയ്തത്. അതായത് 3 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ 3 ഉദ്യോഗസ്ഥരിൽ ഒരാൾക്കാണ് കുത്തേറ്റത്. ബാക്കിയുള്ളവർ ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതായത് മള്ളൂശ്ശേരി സ്വദേശിനിയായ സോമ എന്ന വീട്ടമ്മയെ കെട്ടിയിട്ട് മോഷണം നടത്തിയിരുന്നു മാർച്ച് 5-ന്. ഈ സംഭവത്തിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള പുതിയ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീജ, എന്നാലും ഇങ്ങനൊരു പകൽ സമയത്ത് ഇങ്ങനൊരു ആക്രമണത്തിലേക്ക് ഇയാൾ കൈവശം കത്തി കരുതിയിരുന്നു. അങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് ശ്രീജിത്ത്? ആ പ്രദേശത്ത് മറ്റാളുകൾ ഉണ്ടായിരുന്നില്ലേ? പ്രദേശവാസികൾ ഉണ്ടായിരുന്നു. പ്രദേശവാസിയായ ഒരാളുടെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു തൊട്ടടുത്ത ചായക്കട നടത്തുന്നുണ്ട്. അദ്ദേഹമാണ്, ശശിയാണ് ഈ സംഭവം കണ്ട ഒരാൾ. അതായത് ഈ പ്രതി ഒരു സ്ഥിരം ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ ഏത് സമയവും പോലീസിന്റെ പിടിയിലാകാനുള്ള സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അയാൾ കത്തിയൊക്കെ സൂക്ഷിച്ചാണ് നടന്നിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസിന് പെട്ടെന്ന് ഇയാൾ ഈ ഭാഗത്തുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് വളരെ വേഗത്തിൽ, അതായത് മഫ്റ്റിയിലാണ്, ഔദ്യോഗിക വേഷത്തിലല്ലായിരുന്നു പോലീസ് ഇവിടെ എത്തിയത്. കാരണം ഇയാൾ രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് മഫ്റ്റിയിലാണ് എത്തിയത്. ഇതിനിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് SH മൗണ്ടിൽ ഈ നസ്രത്ത് വിസിറ്റേഴ്സ് മഠം എന്നൊരു കന്യാസ്ത്രീ മഠമുണ്ട്. അതിൻ്റെ മുന്നിലാണ് ഈ സംഭവം നടന്നത്. എന്തായാലും നിലവിൽ ഈ പ്രതിയെ പിടികൂടിയ ഒരു ആശ്വാസം പോലീസിനെ സംബന്ധിച്ചുണ്ട്. അപ്രതീക്ഷിതമായി ഇയാളുടെ കയ്യിൽ കത്തിയൊന്നും പോലീസ് പ്രതീക്ഷിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ പ്രതിയെ ഈ ബാക്കിയുള്ള 2 പോലീസുകാർ ചേർന്ന് തന്നെയാണ് പിടികൂടിയത്. അതുകൊണ്ട് തന്നെ അയാളെ പിടികൂടാൻ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് സാധിക്കുകയും ചെയ്തു. പക്ഷേ ഈ 3ാമത്തെ പോലീസുകാരന് സനു ഗോപാലിന് കുത്തേൽക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ കുത്തുണ്ട്, പക്ഷേ ചോരയൊക്കെ വാർന്നിട്ടുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്ന് ആശ്വാസകരമാണ്. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ശശി എന്ന ആളുടെ പ്രതികരണത്തിലേക്ക്. ഇവരെ ആ മതിൽ കുട്ടീനെ പിടിച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതിന് കുത്തി. അന്നേരമാണ് ഒരു പോലീസുകാരൻ പ്ലോട്ട് മാറി ഞാൻ പിടിച്ചോണ്ടിരിക്കുക, ചോര ഒഴുകുക. അന്നേരം മറ്റൊരാളുടെ തെറ്റുകയൊക്കെ ചെയ്തു. 2ാമത്തെ പോലീസുകാരന് ഇയാളെ പിടിച്ചു. 3 പേര് ഒരുമിച്ചാണ് പിടിച്ചു, വട്ടം പിടിച്ച് ഞാൻ കൊടുത്ത് ഒരാളോട് കുത്തിയത്. പോലീസുകാർ എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. പിന്നെ വണ്ടി വേറെ വന്നായിരുന്നു. ഈ പരിക്ക് കാര്യമായിട്ടുണ്ടോ? കരുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കുത്തിപ്പിടിച്ച് ചോര ഒഴുകുകയായിരുന്നു.
ഞാൻ ഇവിടെ ഞാൻ അകത്തോട്ട് പോയില്ല. ഈ പ്രതി എവിടുന്ന നടന്നു വന്നേ കണ്ടേ? ഈ ഭാഗത്ത് ഇങ്ങോട്ട് അങ്ങോട്ട് മാറുക. ആ ചേട്ടൻ ചായക്കടയാണോ? ചെറിയ കടയാ. ഞാനും ഭാര്യയും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം. കടക്കിൽ തിരുവാതിര മഹോത്സവത്തിലെ സംഗീത പരിപാടിയിൽ പാർട്ടി കൊടിയും ചിഹ്നവും പ്രദർശിപ്പിച്ചത് തള്ളി ക്ഷേത്രോപദേശക സമിതി. LED വാളിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. അലോഷിയുടെ പരിപാടിയിൽ വിപ്ലവഗാനം പാടാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വ്യാപാരി വ്യവസായി സമിതിയും വ്യക്തമാക്കി. കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിലെ സംഗീത പരിപാടിയിൽ കൊടിയും ചിഹ്നവും കാണിച്ചത് തെറ്റാണെന്ന് ഉപദേശക സമിതി പ്രസിഡന്റ് S. വികാസ് പറഞ്ഞു. സംഘാടകർക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവ് ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്നും ക്ഷേത്ര ഭാരവാഹികൾ പ്രതികരിച്ചു. ഏത് പാട്ട് പാടണമെന്നത് കലാകാരന്റെ അവകാശമാണ്. ഉത്സവ കമ്മിറ്റിയും ഉപദേശക സമിതിയും ഇക്കാര്യത്തിൽ ഇടപെടാറില്ല. ഇതാണ് ഇവരുടെ വിശദീകരണം. ക്ഷേത്ര ഉപദേശക സമിതിയുടെ വിശദീകരണം ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS. പ്രശാന്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അലോഷിയുടെ പരിപാടിയിൽ വിപ്ലവഗാനം പാടാൻ വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടിട്ടില്ല. വ്യാപാരി വ്യവസായി സമിതി പരിപാടി സ്പോൺസർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ആരാധകരുടെ ആവശ്യപ്രകാരമാണ് CPM പ്രചാരണ ഗാനങ്ങൾ പാടിയതെന്നും വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുക്കാത്തവരാണ് വിവാദമുണ്ടാക്കുന്നതെന്നാണ് ഗായകൻ അലോഷിയുടെ പ്രതികരണം. News 18 കൊല്ലം. ലവ് ജിഹാദ് ആരോപണത്തിൽ PC ജോർജിനെ പിന്തുണച്ച സിറോ മലബാർ സഭയുടെ നിലപാട് തള്ളി മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട്. പോലീസും ദേശീയ അന്വേഷണ ഏജൻസിയും അറിയാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ മെത്രാൻമാർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോൾ തേലക്കാട്ട് ചോദിച്ചു. ഇതര സമുദായങ്ങളുമായി സമാധാനത്തിൽ കഴിയാൻ ക്രിസ്ത്യാനികൾ ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായാണ് പിതാക്കന്മാർ സംസാരിക്കുന്നത്. കാസ പോലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സഭയിൽ നിന്നുണ്ടാവുന്നത് നാണക്കേടാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം തീരുമാനിക്കാൻ എന്ത് ഉത്തരവാദിത്വമാണ് PC ജോർജിനുള്ളതെന്നും ഫാദർ പോൾ തേലക്കാട്ട് പരിഹസിച്ചു. News 18 Q18 പോൾ തേലക്കാട്ടിന്റെ പ്രതികരണം. സഭ സിറോ മലബാർ സഭ ഇതിനകത്തെടുത്ത നിലപാട് അത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണോ? PC ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷമുണ്ടാക്കുന്ന ഒന്നുമില്ല എന്ന് പറയുകയും പത്രക്കുറിപ്പിറക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അത് ആശ്ചര്യപ്പെടുത്തിയോ? തീർച്ചയായിട്ടും ആശ്ചര്യമുണ്ട്, സങ്കടമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സിറോ മലബാർ സഭ 2020 ജനുവരി 14 പ്രസ്താവന ഇറക്കി ലവ് ജിഹാദ് ഉണ്ടെന്നും പറഞ്ഞു. പോലീസിന് NIAക്ക് അറിയാൻ പാടില്ലാത്ത ലവ് ജിഹാദ് ഉണ്ടെന്ന് മെത്രാന്മാരെങ്ങനെ അറിഞ്ഞത്? അങ്ങനെ അറിഞ്ഞെങ്കിൽ പോലീസിലൂടെ പറയേണ്ടത്, സമൂഹത്തിലുള്ള ഉണ്ടാക്കല്ല ചെയ്യേണ്ടത്. ഇത് കുറ്റകരമാണ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയായി TN രഘുനാഥനെ തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റിയിലാണ് രഘുനാഥനെ സെക്രട്ടറിയായി തീരുമാനിച്ചത്. AV റസലിന്റെ നിര്യാണത്തെ തുടർന്നാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്. നിലവിൽ CITU ജില്ലാ സെക്രട്ടറിയും ദീർഘനാളായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് രഘുനാഥൻ. കഴിഞ്ഞയാഴ്ച കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ രഘുനാഥനെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായി തെരഞ്ഞെടുത്തിരുന്നു. എമ്പുരാനിൽ നിന്ന് പിന്മാറിയ ലൈക്ക പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമാസുമായുള്ള തർക്കം തുടരുന്നു. ലൈക്ക മുടക്കിയ തുക ശ്രീഗോകുലം മൂവീസ് തിരികെ നൽകിയെങ്കിലും ആശങ്കകൾ തുടരുകയാണ്. മുടക്കും മുതലിനൊപ്പം പലിശയും തിരിച്ചു തരണമെന്ന ലൈക്കയുടെ ആവശ്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. അതേസമയം എമ്പുരാന്റെ ആദ്യ ഷോ മാർച്ച് 27 രാവിലെ 6 മണിക്ക് നടക്കും. Lucifer is coming back. Abra, Qureshi, Abra. 2 ദിവസങ്ങൾക്ക് മുമ്പ് വരെ എമ്പുരാന്റെ അപ്ഡേറ്റ് ചോദിച്ചു നിന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഇപ്പോൾ അപ്ഡേറ്റുകളുടെ പെരുമഴയാണ്. വിവാദങ്ങളും ആഘോഷങ്ങളും തർക്കങ്ങളുമെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ലൈക്കയുമായുള്ള നിർമ്മാണ ബന്ധത്തിൽ നിന്ന് ആശീർവാദ് സിനിമാസിന് പൂർണ്ണമായി പിന്മാറാനും കഴിഞ്ഞിട്ടില്ല. ലൈക്ക മുടക്കിയ തുക ശ്രീഗോകുലം മൂവീസ് തിരികെ നൽകി എമ്പുരാൻ ഏറ്റെടുത്തെങ്കിലും ലൈക്ക അടങ്ങുന്നില്ല. മുടക്കിയ തുകയോടൊപ്പം പലിശയും നൽകണമെന്ന ലൈക്കയുടെ ആവശ്യമാണ് തലവേദന സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശ്രീഗോകുലം മൂവീസ് ചിത്രം ഏറ്റെടുക്കുന്നതിലുള്ള നന്ദി അറിയിച്ച് എത്തിയിരുന്നു. എന്നാൽ സംവിധായകന്റെ വാക്കുകളിൽ ലൈക്കയുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം പോലുമില്ല. എന്നാൽ പോസ്റ്റിനൊപ്പം പങ്കുവച്ച എമ്പുരാന്റെ പോസ്റ്ററിൽ ലൈക്കയുടെ പേരും കാണാം. സാമ്പത്തിക തർക്കങ്ങൾ തുടരുന്നതിനാൽ ലൈക്കയെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയാതെ നിൽക്കുകയുമാണ് അണിയറ പ്രവർത്തകർ.
അതേസമയം എമ്പുരാന്റെ റിലീസിൽ മാറ്റമില്ലെന്ന് മാത്രമല്ല, ആദ്യ ഷോ രാവിലെ 6 മണിക്ക് ഉണ്ടാകുമെന്ന് മോഹൻലാൽ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചു. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗുകൾ ഉടൻ ആരംഭിക്കും. പിന്നാലെ വരുന്നു അടുത്ത അപ്ഡേറ്റ്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫർ തിയേറ്ററുകളിലേക്ക് തിരിച്ചെത്തുന്നു. മാർച്ച് 20 ചിത്രം തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുമ്പോൾ എമ്പുരാൻ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റീഫൻ നെടുമ്പള്ളിയെയും ഖുറേഷി എബ്രാഹിമിനെയും വീണ്ടും കാണാൻ അവസരം ഒരുക്കുകയാണ് ആശീർവാദ് സിനിമാസ്. ലൂസിഫറിന്റെ ബുക്കിംഗും ഉടൻ തന്നെ ആരംഭിക്കും. പ്രധാന പ്രശ്നം ഒഴിഞ്ഞ് റിലീസ് കുരുക്കുകൾ മാറിയെങ്കിലും എമ്പുരാന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങൾ ചർച്ചകൾ പൂർണ്ണമായും പരിഹാരം കാണുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അബ്രാം, ഖുറേഷി അബ്രാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒൻപത് മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ദൗത്യം വിജയത്തിലേക്ക്. സ്പേസ് എക്സ് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധം സ്ഥാപിച്ചു. Nishi, the first Crew 10 astronaut through the hatch, followed by Peskov. Nicole Ayers, the first of the flies. പ്രതീക്ഷ നൽകുന്ന വാർത്തയാണിത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കി. സ്പേസ് എക്സ് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധം സ്ഥാപിച്ചു. ഇന്ത്യൻ സമയം രാവിലെ 10 മണിയോടെയാണ് ഡോക്കിംഗ് പൂർണ്ണമായത്. ഊഷ്മളമായിരുന്നു ആ സ്വീകരണം. സുനിത വില്യംസിന്റെയും ബൂച്ച് വിൽമോറിന്റെയും മനസ്സ് സന്തോഷത്താലും ആശ്വാസത്താലും നിറഞ്ഞിട്ടുണ്ടാവണം. 9 മാസത്തെ അനിശ്ചിതത്വത്തിനാണ് അവസാനമാകുന്നത്. സ്പേസ് എക്സ് പേടകത്തിലെത്തിയ 4 ബഹിരാകാശ യാത്രികരെയും ഇരുവരും ചേർന്ന് സ്വീകരിച്ചു. ബഹിരാകാശ നിലയത്തിലെ മറ്റ് 5 പേരും ഒപ്പം ചേർന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ സ്ഥാനം സുനിത വില്യംസ് റഷ്യയുടെ അലക്സി ഓച്ച്നിന് കൈമാറി. സ്പേസ് എക്സ് പേടകത്തിൽ ബുധനാഴ്ച ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങും. 2024 ജൂൺ 5-നാണ് 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായി സുനിത വില്യംസും ബൂച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനറിലായിരുന്നു യാത്ര. സ്റ്റാർ ലൈനറിന്റെ സാങ്കേതിക തകരാർ മടക്കം അനിശ്ചിതത്വത്തിലാക്കി. പിന്നീട് ഈ ദൗത്യം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏറ്റെടുത്തു. സ്പേസ് എക്സ് ഡ്രാഗൺ ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെ 4:30-നാണ് 4 യാത്രികരുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചത്. ഇവർ അടുത്ത 6 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുണ്ടാവും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. യമനിൽ ഹൂതി താവളങ്ങളിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് തിരിച്ചടി. US കപ്പലുകൾക്ക് നേരെ ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചെങ്കടലിൽ US-ന്റെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുയർന്ന യുദ്ധവിമാനങ്ങൾ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ നടത്തിയത് സമീപകാലത്തെ ഏറ്റവും വലിയ വ്യോമാക്രമണം. ഹൂതികളുടെ പോളിറ്റ് ബ്യൂറോ ഓഫീസും സൈനിക താവളവും സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ ജറാഫ്, ഷൗബ്, ദമാർ എന്നിവിടങ്ങളിലാണ് ആൾനാശവും നാശനഷ്ടങ്ങളും. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. മാർച്ച് ആദ്യവാരം മുതൽ ഗസയിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്ന ട്രക്കുകൾ ഇസ്രായേൽ കടത്തിവിട്ടിരുന്നില്ല. ഈ തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഇസ്രായേലിന്റെ കപ്പലുകൾ ആക്രമിക്കുമെന്ന് 4 ദിവസം മുൻപ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ അപ്രതീക്ഷിത വ്യോമാക്രമണം. ചെങ്കടലിൽ ബാബ് അൽ മന്ദാബ് കടലിടുക്കിലും ഏദൻ ഉൾക്കടലിലും കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഹൂതികൾക്കുള്ള മറുപടിയാണ് നൽകിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സൈനിക കപ്പലുകൾക്കും വാണിജ്യ കപ്പലുകൾക്കും ചെങ്കടലിൽ സ്വതന്ത്രമായ നീക്കം ഉറപ്പുവരുത്തും വരെ പോരാട്ടം തുടരുമെന്നാണ് പ്രഖ്യാപനം. ഹൂതികൾക്ക് സഹായം നൽകുന്ന ഇറാനുമുണ്ട് താക്കീത്. ഹൂതികൾക്ക് സഹായം ചെയ്യുന്നത് നിർത്തണമെന്നും ഭീഷണിയെങ്കിൽ കാര്യങ്ങൾ വഷളാകുമെന്നുമാണ് ഇറാനോട് US-ന്റെ മുന്നറിയിപ്പ്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ്
ഹൂതികൾ നിരന്തരം കപ്പലുകൾ ആക്രമിക്കുന്നതും പിടിച്ചെടുക്കുന്നതും. 2023 മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി ഹൂതികൾ നടത്തിയത് 145-ലധികം ആക്രമണങ്ങൾ. വ്യോമാക്രമണം ഒരു തുടക്കം മാത്രമെന്ന് US-ഉം എന്തു വെല്ലുവിളിയാണെങ്കിലും പിന്നോട്ടില്ലെന്ന് ഹൂതികളും വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ മധ്യേഷ്യ കൂടുതൽ കലുഷിതമാകുമോ എന്നാണ് ആശങ്ക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വടക്കൻ മാസിഡോണിയയിലെ നിഷ ക്ലബിൽ വൻ തീപിടുത്തം. അപകടത്തിൽ 51 പേർ മരിച്ചു, 100-ലധികം പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തെക്കൻ പട്ടണമായ കൊക്കാനിയിലെ പ്രാദേശിക പോപ്പ് ഗ്രൂപ്പിന്റെ സംഗീത പരിപാടിക്കിടെയാണ് തീപിടുത്തമുണ്ടായത്. 1500-ലധികം പേർ ആ സമയത്ത് പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പരിപാടിക്കെത്തിയ ക്ലബിലെ യുവാക്കൾ കരിമരുന്ന് പ്രയോഗം നടത്തിയതാണ് മേൽക്കൂരയ്ക്ക് തീപിടിക്കാൻ കാരണമെന്ന് കരുതുന്നു. മധ്യ അമേരിക്കയിൽ ഉടനീളം വീശിയടിച്ച ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും 33 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ട്. വീടുകളുടെ മേൽക്കൂരകൾ തകർന്നതുൾപ്പെടെ നിരവധി നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തു. കനത്ത പൊടിക്കാറ്റിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. ചുഴലിക്കാറ്റ് വീശിയടിച്ച ആർക്കൻസസ്, ജോർജിയ എന്നിവിടങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മുൻപൊന്നുമില്ലാത്ത വിധം മാർച്ച് ആയപ്പോഴേക്കും കേരളം ചുട്ടുപൊള്ളുകയാണ്. സംസ്ഥാനത്ത് ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസത്തിൽ സ്ഥിതി ഗുരുതരമാകും. ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. ഓരോ വർഷവും ചൂട് ഉയരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അൾട്രാ വയലറ്റ് ഇൻഡെക്സ് റെഡ് അലർട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ജില്ലകളിൽ 35 ഡിഗ്രിക്ക് മുകളിലാണ് ശരാശരി ചൂട്. പാലക്കാട് 38 എത്തിയപ്പോൾ UV ഇൻഡെക്സും അവിടെ ഉയർന്നിട്ടുണ്ട്. മലയോര മേഖലകളായ വയനാടും ഇടുക്കിയിലും ചൂട് 35 ഡിഗ്രി കടന്നു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സ്ഥിതിഗതികൾ ഗുരുതരമാകും. UV ഇൻഡെക്സ് പല സ്ഥലങ്ങളിലും കൂടുന്നതായിട്ട് നമ്മുടെ കാലാവസ്ഥ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. UV ഇൻഡെക്സിനെ തീർച്ചയായിട്ടും ഈ ഗ്ലോബൽ വാർമിങ് ഒരു ഇൻഡയറക്റ്റ്ലി അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മഴ ഒരു എൻഡ്, പിന്നെ വരൾച്ച അത് വേറൊരു എൻഡ്. അപ്പം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ഈ ക്ലിയർ സ്കൈ കണ്ടീഷൻസ് പ്രൊലോങ് ചെയ്യിപ്പിക്കുകയും ഒരു ഡ്രൈ കണ്ടീഷൻ പ്രൊലോങ് ചെയ്യിപ്പിക്കാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചൂട് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. സംസ്ഥാനത്ത് UV ഇൻഡെക്സ് കൂടുന്നത് പതിവാണെങ്കിലും വേനൽക്കാലത്തിന്റെ തുടക്കത്തിലെ ഇത്ര ഉയരുന്നതാണ് ആശങ്ക. നേത്ര ത്വക്ക് രോഗങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിക്കുകയാണ്. അന്തരീക്ഷത്തിനും കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിക്കും. മേഘവിസ്ഫോടനം പോലുള്ള പ്രതിഭാസത്തിന്റെയും സാധ്യതകൾ വർദ്ധിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.